8 ദിവസം നീണ്ടുനിന്ന ചലച്ചിത്ര പൂരത്തിന് ഇന്ന് കൊടിയിറക്കം. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള സമാപിക്കുമ്പോൾ സിനിമാ പ്രേമികൾക്ക് മുൻപിലെത്തിയത് മികച്ച ചിത്രങ്ങൾ. പ്രവചനാതീതമായ പോരാട്ടത്തിൽ പുരസ്കാരം നേടിയ ചിത്രങ്ങളും അണിയറക്കാരെയും ആര് എന്നറിയാൻ ഇന്ന് വൈകിട്ട് വരെ കാത്തിരിക്കേണ്ടി വരും. ലോകത്താകമാനമുള്ള മനുഷ്യജീവിതം തിരുവനന്തപുരത്ത് കണ്ട 8 ദിനരാത്രങ്ങൾ. ഭയന്നും ചിരിച്ചും കണ്ണീരണിഞ്ഞും കണ്ടുതീർത്ത കാഴ്ചകൾ. ചലച്ചിത്രമേള അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ മികച്ചതെന്നല്ലാതെ ആസ്വാദകർക്ക് മറ്റൊന്നും പറയാനില്ല. വളരെ നന്നായിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ഒക്കെ. പ്രത്യേകിച്ച് ഓരോ പുതിയ ട്രെൻഡോട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ 15 തൊട്ടാണ് ഫിലിംസ് കൺക്ലൂഡ് ചെയ്ത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു പോസിബിലിറ്റീസൊക്കെ എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഉണ്ട്. പക്ഷേ അങ്ങനെ 2 നല്ല പടങ്ങളൊക്കെ കുറേ പടങ്ങളുണ്ട്. ഒന്ന് ഗ്രാൻഡ് ടൂർ എന്ന് പറഞ്ഞ ബെസ്റ്റ് ഡയറക്ടറായിട്ട് കാനിൽ കിട്ടിയത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ തന്നെ ഹൈപ്പർ ബൊറിയൻസ് എന്ന് പറഞ്ഞ ഫിലിം ചിലിയൻ ഉണ്ട്. വളരെ എക്സ്പീരിയൻ്റ് ആണ്. ഉദ്ഘാടന ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ മുതൽ ഇന്നലെ രാത്രി ഒടുവിൽ പ്രദർശിപ്പിച്ച മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം വരെ വലിയ ജനത്തിരക്ക്. ഫെമിനിച്ചി ഫാത്തിമ, കൃഷാന്തിന്റെ സംഘർഷഘടന, ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്നീ മലയാള ചിത്രങ്ങൾക്ക് ആളുകൾ മണിക്കൂറുകൾ കാത്തുനിന്നു. ഇതിൽ ഫെമിനിച്ചി ഫാത്തിമയും അപ്പുറവും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ചിത്രങ്ങൾ എന്നതും ശ്രദ്ധേയം. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ അനോറയാണ് മറ്റൊരു ശ്രദ്ധേയ ചിത്രം. 3 പ്രദർശനങ്ങളും നടന്നത് നിറഞ്ഞ സദസ്സിലായിരുന്നു. സബ്സ്റ്റൻസ്, എൽബോ തുടങ്ങി നിരവധി ചിത്രങ്ങൾ പ്രേക്ഷക പ്രശംസ നേടി. നല്ല സിനിമ ആയതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷക പങ്കാളിത്തം കാര്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തവണ മലയാള സിനിമകൾ വളരെ ഭംഗിയായ നല്ല സിനിമകൾ വന്നു. അവസാന ദിനമായ ഇന്ന് 11 സിനിമകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വൈകിട്ട് 6-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മേളയിലെ പുരസ്കാര ജേതാക്കളെയും അണിയറക്കാരെയും പ്രഖ്യാപിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.